ദളിത് ആദിവാസി വിദ്യാർത്ഥികൾക്കുള്ള ഇ ഗ്രാന്റ് സംവിധാനം ഏറെക്കുറെ പൂർണ്ണമായും അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. 2021 മുതൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരുന്ന ഇ ഗ്രാന്റ് പരിഷ്കാരം, അതിന് PMSS എന്ന് പറയുന്ന ഒരു പോർട്ടൽ കൊണ്ടുവന്നുകൊണ്ട് ദേശീയ തലത്തിൽ തന്നെയുള്ള ഇ ഗ്രാന്റ് സംവിധാനത്തെ ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു പദ്ധതി നടപ്പാക്കിയതോടുകൂടിയാണ് ഇപ്പോൾ കുട്ടികൾ അഭിമുഖീകരിക്കുന്ന ഒരു ഗുരുതരാവസ്ഥ ഉണ്ടായത്. നിലവിൽ ഒരു 3 വർഷത്തെ കാലപ്പഴക്കം അല്ലെങ്കിൽ 3 വർഷത്തോളമുള്ള കുടിശ്ശിക ദളിത് ആദിവാസി വിദ്യാർത്ഥികൾക്ക്, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കുട്ടികൾക്ക് ലഭിക്കാനുണ്ട്. ഡിഗ്രി PG കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികൾ കോഴ്സ് കഴിഞ്ഞിട്ടും അവർക്ക് ലഭിക്കേണ്ട ട്യൂഷൻ ഫീസ്, ഹോസ്റ്റൽ അലവൻസ് തുടങ്ങിയ പല ഇനത്തിലുള്ള ധനസഹായവും ലഭിക്കാനുണ്ടെന്നുള്ളതാണ് വസ്തുത. ഈ ഒരു ഗുരുതരമായൊരു സാഹചര്യത്തിൽ നിരവധി കുട്ടികൾ, ഏതാണ്ടൊരു ഏകദേശ കണക്ക് പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ വന്ന കണക്ക് 150ഓളം കുട്ടികൾ പഠനം ഉപേക്ഷിച്ചു പോകാൻ നിർബന്ധിതമായി എന്നാണ് കിട്ടുന്ന വിവരങ്ങൾ. പല കുട്ടികളും പഠനം നിർത്തിവെക്കേണ്ട അല്ലെങ്കിൽ അതിൻ്റെ പാതി വഴിയിൽ നിന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. പല നിലയിലും കടം വാങ്ങിച്ചും കൂലിപ്പണിയെടുക്കുന്ന ആളുകൾ പരമാവധി കഷ്ടപ്പെട്ടുമാണ് വിദ്യാർത്ഥികളെ അവരുടെ ക്യാമ്പസുകളിൽ പിടിച്ചു നിർത്താൻ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നത്? നമുക്ക് ഉള്ള പൊതുവായൊരു ധാരണ, ഭരണഘടനയുടെ 15(4) വകുപ്പ് അനുസരിച്ച് അത് മാൻഡേറ്ററി ആയി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസപരമായ ഉന്നമനത്തിന് അല്ലെങ്കിൽ സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാമ്പത്തിക പിന്തുണ സ്റ്റേറ്റ് നൽകണം എന്നാണത്. അത് മാൻഡേറ്ററി ആണ്, അത് നിയമാനുസൃതമാണ്, ഭരണഘടനാ ദത്തമാണ്. ഇങ്ങനെ നൽകേണ്ട ബഡ്ജറ്റ് വിഹിതം അല്ലെങ്കിൽ സ്റ്റേറ്റ് അവർക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട വിഹിതം കൃത്യമായി കിട്ടാതിരിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നതുകൊണ്ടാണ് പ്രത്യേക ഘടപദ്ധതിയും പ്രത്യേക ഗിരിവർഗ പദ്ധതിയും എന്നുള്ള പേരിൽ SCP, TSP തുടങ്ങിയ കമ്പോണൻറ്റുകൾക്ക് രൂപം നൽകുന്നത്. ഈ നിലയിൽ ബഡ്ജറ്റിൻ്റെ ജനസംഖ്യാനുപാതികമായ വിഹിതം ഇവർക്ക് വേണ്ടി മാറ്റിവെക്കാൻ വേണ്ടി അല്ലെങ്കിൽ SCP, TSP തുടങ്ങിയ പ്രത്യേക ഘടപദ്ധതികൾ നടപ്പാക്കുന്നതിന് വേണ്ടി ഭരണഘടനയുടെ 275-ാം വകുപ്പിന് ഒരു പ്രൊവിസോ ആഡ് ചെയ്തുകൊണ്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെൻ്റ് ഉൾപ്പെടെ 1979 കാലഘട്ടത്തിൽ നടത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ വളരെ ശക്തമായ വകുപ്പുകളുടെയും ഭരണഘടനയും പിന്തുണ ഈ പറയുന്ന SC/ST വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട ഗ്രാൻഡ് കിട്ടാൻ നിലവിലുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ അട്ടിമറിച്ച് ഇപ്പോൾ SC/ST വിദ്യാർത്ഥികൾക്ക് ഗ്രാൻഡ് കിട്ടുന്നത് സർക്കാരിൻ്റെ ചില ധനസഹായ പാക്കേജുകൾ പ്രഖ്യാപിക്കുന്ന കൂട്ടത്തിലാണ്. ആശാ വർക്കർമാർക്ക് 1000 രൂപ എന്നുള്ളത് 2000 വർദ്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ അഗതികളായ ഡെസ്റ്റിറ്റ്യൂട്ട്സിന് ചില പെൻഷൻ നൽകുന്നു എന്നതിൻ്റെ കൂട്ടത്തിലുള്ള ചില പ്രഖ്യാപനങ്ങളിലാണ് ഇത് ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ തങ്ങൾ തരുന്ന ചെറിയ തുക, അവർ തരുന്ന തുക അവരുടെ ഔദാര്യം കൊണ്ട് കിട്ടുന്നത് എന്ന മട്ടിൽ പല കാലങ്ങളിലായി കൊടുക്കുകയും വിദ്യാർത്ഥികൾക്ക് പഠന കാലയളവിൽ തുക കിട്ടാതിരിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ കാരണം എന്താണ് എന്നന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ദേശീയ തലത്തിൽ സംഘപരിവാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പല നയ സമീപനങ്ങളെയും ഇടതുപക്ഷ സർക്കാർ ചോദ്യം ചെയ്യാതെ വിഴുങ്ങുകയോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയാത്ത മട്ടിൽ SC/ST വിഭാഗങ്ങളുടെ അവകാശങ്ങൾ അട്ടിമറിക്കാനുള്ള ഒരു ടൂളായി, ഉപാധിയായി ഈ പറയുന്ന ദേശീയ നയങ്ങളെയും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പോർട്ടലുകൾ തന്നെ അവർ ഉപയോഗപ്പെടുത്തുന്നു. 2021 ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ PMSS എന്ന് പറയുന്ന പോർട്ടലിൻ്റെ പ്രധാനമായ ഒരു സമീപനം, നാളിതുവരെ ഭരണഘടനാ ദത്തമായി ഇവർക്ക് നൽകിക്കൊണ്ടിരുന്ന ആ മാൻഡേറ്ററി ആയിട്ടുള്ള ധനസഹായ പദ്ധതി അല്ലെങ്കിൽ പദ്ധതി വിഹിതം, ആ കമ്മ്യൂണിറ്റി കിട്ടേണ്ട പദ്ധതി വിഹിതം ഒരു സ്കോളർഷിപ്പ് രൂപത്തിൽ കേന്ദ്ര സർക്കാർ അപ്പോൾ നിശ്ചയിക്കുന്ന ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ, അത് വരുമാനമായിരിക്കാം, കുട്ടികൾക്കുള്ള മെച്ചപ്പെട്ട അവരുടെ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം, അവരുടെ കഴിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കാം, തുടങ്ങിയ ചില മാനദണ്ഡങ്ങൾ വെച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന ഒരു സ്കോളർഷിപ്പ് എന്നുള്ളൊരു നിർവചനമാണ് ഈ പട്ടികജാതി പട്ടികവർഗക്കാരുടെ ഈ ഫണ്ട് വിനിയോഗിക്കുന്നതിന് പോർട്ടൽ സമീപിക്കുന്ന സമീപനം. രണ്ടാമത്,
ഇതിന് ഒരു വരുമാന പരിധി കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചു. 2.5 ലക്ഷം രൂപ വാർഷിക വരുമാന പദ്ധതിക്ക് താഴെയുള്ള SC/ST വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഇത് അവെയിൽ ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ ഇതിന് ഗുണഭോക്താക്കളാകാൻ പറ്റൂ എന്നാണ് അവർ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ 2.5 ലക്ഷം വാർഷിക പരിപാടിക്ക് മുകളിലുള്ള ഒരു പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കും ഈ ഗ്രാൻഡ് എന്ന് പറയുന്ന ഒരു ഭരണഘടനാദത്തമായ അവകാശം ലഭ്യമാക്കില്ല എന്നാണ്. അല്ലെങ്കിൽ അത് ഫലത്തിൽ ഭരണഘടനാ വകുപ്പുകളെ തന്നെ അട്ടിമറിക്കുന്നു. മറ്റൊരർത്ഥത്തിൽ ഒരു ക്രീമി ലെയറിൻ്റെ നടത്തിപ്പ് പ്രയോഗവൽക്കരണം ഈ മേഖലയിൽ കേന്ദ്ര ഗവൺമെൻറ് ഇമ്പോസ് ചെയ്തു. ഇതിനെതിരെ സംസ്ഥാന ഗവൺമെൻറ് യാതൊരു നടപടിയും എടുത്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഈ വരുമാന പരിധിയുടെ ഒരു ഫലം റീസെൻ്റായി ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നടന്നൊരു കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കാം. അതായത് 1400ഓളം കുട്ടികൾ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എന്ന് പറയുന്ന ഉന്നത വിജയം നേടുന്ന കുട്ടികൾക്കുള്ളൊരു സ്കോളർഷിപ്പ് കേന്ദ്ര ഗവൺമെൻറ് നൽകാൻ തീരുമാനം കേന്ദ്ര ഗവൺമെൻറ് നൽകി വരുന്നതാണ്. ആ സ്കോളർഷിപ്പിന് അർഹരായ കുട്ടികൾ അവരുടെ കഴിവും മാർക്കും അവരുടെ അർത്ഥത്തിലുള്ള യോഗ്യതകൾ കിട്ടുന്ന പ്രത്യേക ഒരു പദ്ധതിയാണത്. അതിന് ആ കുട്ടികൾക്ക് നേരത്തെ മറ്റെന്തെങ്കിലും റിസർവേഷൻ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ പട്ടികജാതിക്കാരും പട്ടികവർഗക്കാർക്ക് എന്നുള്ള നിലയിൽ അവർക്ക് മാൻഡേറ്ററി ആയിട്ട് കിട്ടേണ്ട ഫീസുകളായിട്ട് കിട്ടുന്നുണ്ടോ, ഒന്നും അതിനെ മാനദണ്ഡമാക്കാൻ പാടില്ല. അവർ SC ആയിരിക്കാം, ST ആയിരിക്കാം, OBC ആയിരിക്കും. പക്ഷേ ഈ 1400 കുട്ടികൾക്ക് കേന്ദ്ര സർക്കാർ നിഷേധിച്ചു. കാരണം അവർ ഗ്രാൻസിൻ്റെ പോർട്ടലിൽ, അല്ലെങ്കിൽ ഗ്രാൻസ് എന്ന് പറയുന്ന സ്കോളർഷിപ്പിന് അവർ അർഹരായതുകൊണ്ടാണ് അവർക്കിത് നിഷേധിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അതിൽ 1200 പേർ പട്ടികജാതിയിൽപ്പെട്ട കുട്ടികളും 213 കുട്ടികൾ പട്ടികവർഗത്തിൽപ്പെട്ട കുട്ടികളാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ നിലക്ക് കൃത്രിമമായ ഒരു വരുമാന പരിധി കൊണ്ടുവന്നുകൊണ്ട് SC/ST കുട്ടികളെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറന്തള്ളുന്ന ഒരു ദേശീയ നയം നേരത്തെ ഇവിടെ PM ശ്രീ പോലുള്ള വിവാദ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. PM ശ്രീക്ക് അനുകൂലമായി CPM നേതൃത്വം നൽകുന്ന ഗവൺമെൻറ് ഒപ്പിട്ടതിൻ്റെ പേരിൽ വലിയ വിവാദമുണ്ടായെങ്കിലും 2.5-3 വർഷം മുമ്പ് നടപ്പാക്കിയ NEPയുടെ ഭാഗമായി നടത്തിയ ഈ പരിഷ്കരണത്തെ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് ചോദ്യം ചെയ്തില്ല എന്നുള്ളതിൻ്റെ ഫലമായാണ് ഇന്നിപ്പോൾ കുട്ടികൾക്ക് ഈ ഗ്രാൻഡ് നിഷേധിക്കപ്പെടുന്നത്. 2021 ഈ പറയുന്ന ഗ്രാൻഡ് വിതരണത്തിൻ്റെ മറ്റൊരു സവിശേഷത കുട്ടികളുടെ അക്കൗണ്ടിൽ അവരുടെ ഗ്രാൻഡുകളും അലവൻസുകളെല്ലാം തന്നെ നിക്ഷേപിക്കുമെന്നുള്ള, അല്ലെങ്കിൽ ബെനിഫിഷ്യറി ട്രാൻസ്ഫറാണ്. അപ്പോൾ നേരത്തെ സ്ഥാപനങ്ങൾ പഠിക്കുന്ന കോളേജുകൾക്കുള്ള സ്ഥാപനത്തിന് നൽകേണ്ട ഫീസ് ഉൾപ്പെടെ അത് നേരത്തെ സ്ഥാപനങ്ങൾക്കാണ് നൽകിയിരുന്നതെങ്കിൽ അതിപ്പം സ്റ്റുഡൻറ്റിൻ്റെ ഈ പറയുന്ന അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്നു എന്നതാണ് പുതിയ പദ്ധതിയാക്കിയത്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് വിഹിതം ഈ പോർട്ടലിൽ ഒരു പർട്ടിക്കുലർ സ്റ്റുഡൻറ്റിൻ്റെ പേരിൽ നിക്ഷേപിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അവരുടെ വിഹിതം ആ കുട്ടിയുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയുടെ പോർട്ടലിൽ നിക്ഷേപിക്കുമെന്നാണ് അവരുടെ ഗൈഡ് ലൈനിൽ പറയുന്നത്. അങ്ങനെ നിക്ഷേപിക്കുന്നതിനുള്ള ഒരു ടൈം ലൈൻ, ഒരു വർഷത്തിൽ ഏതൊക്കെ ദിവസങ്ങളിൽ എന്നുൾപ്പെടെ കൃത്യമായും ആ ഗൈഡ് ലൈനിൽ പറയുന്നുണ്ട്. ആ ടൈം ലൈൻ 4 പ്രാവശ്യമായി ഈ പേയ്മെൻറ്റ് നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു അക്കാഡമിക് ഇയറിൽ കുട്ടിക്ക് നൽകേണ്ട ഫീസ് ഇനത്തിൽപ്പെട്ട കാര്യങ്ങൾ, ഹോസ്റ്റൽ അലവൻസ്, മറ്റു തരത്തിലുള്ള സാമ്പത്തിക പദ്ധതികൾ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസം എന്ന് പറയുന്ന ഒരു ക്വാർട്ടർ അതിന് നൽകേണ്ട ഇത് സെപ്റ്റംബർ 10 കുട്ടിയുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കണം. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ ഡിസംബർ 10-നും, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി മാസത്തെ ഫെബ്രുവരി 10-നും, മാർച്ച് മാസത്തെ ഇത് മുഴുവൻ തന്നെ മാർച്ച് മാസത്തിൻ്റെ എൻഡിൽ നൽകുമെന്ന് പറയുന്ന ഒരു ടൈം ലൈൻ പാലിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ ഡേക്ക് മുമ്പായി ഒരു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് നൽകേണ്ട ഗ്രാൻഡ് അല്ലെങ്കിൽ അലവൻസിൻ്റെ സംസ്ഥാന വിഹിതം സംസ്ഥാന ഗവൺമെൻറ് പോർട്ടലിൽ നിക്ഷേപിക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടൈം ലൈൻ അവർ നിർദ്ദേശിക്കേണ്ടതായിരുന്നു. അതിന് പകരം മുൻ മന്ത്രി K. രാധാകൃഷ്ണൻ്റെ ഓഫീസിൽ നിന്നും 2023 ഫെബ്രുവരി 5 ഇറങ്ങിയ ഉത്തരവിൽ ആ ടൈം ലൈൻ എന്നത് അതിനകത്ത് അവർ പൂർണ്ണമായും എടുത്തു കളഞ്ഞിരിക്കുന്നു. വർഷത്തിൽ ഒരു പ്രാവശ്യം കൊടുക്കും എന്ന് മാത്രം പറയുകയും എന്നാൽ അത് കൊടുക്കുന്നതിന് കൃത്യമായ ഒരു ടൈം ലൈൻ അല്ലെങ്കിൽ പ്രത്യേക ഡേറ്റ് പറയാതിരിക്കുകയും ചെയ്യുന്നത് വഴി ഇത് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനും ഒരു വർഷത്തെ ഗ്രാൻറ്റിൻ്റെ വിതരണം അടുത്ത വർഷത്തേക്ക് ക്യാരി ഓവർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം നിയമാനുസൃതം അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഉത്തരവിലൂടെ ധനകാര്യ വകുപ്പിനും പട്ടികവർഗ വകുപ്പിനും പട്ടികജാതി വകുപ്പിനും നൽകുന്ന തരത്തിലൊരു ഗ്രീൻ സിഗ്നൽ
സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പട്ടികാതി പട്ടികവർഗ വികസനം ഇപ്പോൾ നടത്തിയതാണ് ഇതിലേറ്റവും വലിയൊരു അട്ടിമറി. അതുകൊണ്ട് ഈ പോർട്ടൽ വന്ന 2021 മുതൽ തന്നെ ആ പോർട്ടലിൻ്റെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് 2021-22 തന്നെ കുടിശ്ശികയായപ്പോൾ 2023 മന്ത്രി രാധാകൃഷ്ണൻ്റെ ഓഫീസ് ഇറങ്ങിയ ഉത്തരവ് വന്നതിന് ശേഷം ഇപ്പോൾ ഏറ്റവും അവസാനമായി 2022-23 കുടിശ്ശികൾ മാത്രമേ പൂർണ്ണമായും കൊടുത്തു തീർത്തിട്ടുള്ളൂ എന്നാണ് ഗവൺമെൻറ്റിന് തന്നെ ഡാറ്റകൾ എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം 2023-24, 2024-25 2 വർഷത്തെ പൂർണ്ണമായും കുടിശ്ശിക നൽകാനുണ്ടെന്ന് മാത്രമല്ല, ഇതിപ്പോൾ 2025-26 എന്ന് പറയുന്ന വിദ്യാഭ്യാസ വർഷത്തിൻ്റെ ഏതാണ്ട് അന്തിമഘട്ടത്തിലേക്ക് കടന്നു. ഇപ്പോൾ ആ പോർട്ടൽ ലൈവ് ആണ്. ഇപ്പോഴും കുട്ടികളുടെ രജിസ്ട്രേഷൻ നടപടി പൂർത്തിയായിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇനി നമ്മുടെ മുമ്പിൽ നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച് 4 മാസമാണുള്ളത്. ഈ 4 മാസത്തിനുള്ളിൽ കുട്ടികളതെല്ലാം തന്നെ പ്രോസസ്സ് ചെയ്ത് ഈ വർഷത്തത് കൊടുക്കില്ലെന്നുള്ളത് മാത്രമല്ല, ഈ വർഷത്തത് മുഴുവൻ തന്നെ അടുത്ത വർഷമോ അതിൻ്റെ തൊട്ടടുത്ത വർഷത്തിലേക്കോ ക്യാരി ഓവർ ചെയ്യാനുള്ള സാധ്യത ഉണ്ടാകുന്നു. എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയതൊരു 3 വർഷത്തെ ബാക്ക്ലോഗ് ഒരു റക്കറിങ് സംവിധാനമായി അല്ലെങ്കിൽ കുടിശ്ശിക സംവിധാനമായി ഈ പറയുന്ന വിദ്യാർത്ഥികളെ പിടികൂടിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അക്കാരണം കൊണ്ടാണ് കുട്ടികളിലേറെയും കൊഴിഞ്ഞു പോകുന്നതിനുള്ള പ്രായോഗിക കാരണങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, ഡിഗ്രി PG പോലുള്ള സ്ഥാപനങ്ങളിൽ കുട്ടികൾ കൂടുതലും ഇന്ന് ന്യൂ ജനറേഷൻ കോഴ്സുകളാണ്. ഉദാഹരണത്തിന് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും ചെറിയത് 80 കോളേജുകളെങ്കിലും ന്യൂ ജനറേഷൻ കോഴ്സുകളുണ്ട്. ഇവയെല്ലാം തന്നെ ഫീസ് നിർണ്ണയിക്കുന്നത് യൂണിവേഴ്സിറ്റിയും UGCയുടെ അംഗീകാരമുള്ളതാണ് എങ്കിലും ഇവർ നിശ്ചയിക്കുന്ന എല്ലാ ഫീസുകളും ഈ പറയുന്ന ഈ ഗ്രാൻറ്റിൻ്റെ പരിധിയിൽ വന്നുകൊള്ളണമെന്നില്ല. ഈ ഗ്രാൻഡ് പരിധിയിൽ ട്യൂഷൻ ഫീസും അവരുടെ ഹോസ്റ്റൽ അലവൻസും തുടങ്ങിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പലപ്പോഴും പല സ്പെഷ്യൽ ഫീസുകളും വരില്ല. സമാനമായൊരു സാഹചര്യം തന്നെയാണ് MBBS, എഞ്ചിനീയറിംഗ് തുടങ്ങിയ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്കുള്ളത്. എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ മേഖലയിൽ, പ്രത്യേകിച്ചും പ്രൊഫഷണൽ മേഖലയിലെ ഫീസ് നിർണ്ണയിക്കാൻ ഒരു ഉന്നതാധികാര സമിതിയുണ്ട്. ജുഡീഷ്യറിയിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള ഒരാളുൾപ്പെടെ ഉൾപ്പെടുന്ന ഉന്നതാധികാര സമിതി നിർണ്ണയിക്കുന്ന ഫീസ്. ഫോർ എക്സാമ്പിൾ, മെഡിക്കൽ വിങ്ങിനാണെങ്കിൽ ഏതാണ്ട് ഒരു വർഷത്തെ വാർഷിക ഫീസ് 11 ലക്ഷത്തോളം രൂപയാണ് അവർ നിശ്ചയിക്കുന്നത്. അതിൽ ട്യൂഷൻ ഫീ വരും, സ്പെഷ്യൽ ഫീ വരും, ടെക്സ്റ്റ് ബുക്ക് ഫീ വരും, ഹോസ്റ്റൽ അലവൻസ് വരും, കോഷൻ ഡെപ്പോസിറ്റ് ഉൾപ്പെടെ വരുന്നതാണ്. അപ്പോൾ ആ ഫീസാണ് അവർ നിർണ്ണയിക്കുന്നത് മാത്രമേ സ്വാശ്രയ മാനേജ്മെൻറ്റുകൾ വാങ്ങിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് വ്യവസ്ഥ. പക്ഷേ ഈ സർക്കാരിൻ്റെ നിജപ്പെടുത്തിയിരിക്കുന്ന ഈ കമ്മിറ്റി നിർണ്ണയിക്കുന്ന ഫീസ് കുട്ടികൾക്ക് നൽകേണ്ട ഈ ഗ്രാൻറ്റ്സ് ഇനത്തിൽ സംസ്ഥാന ഗവൺമെൻറ് നൽകുന്നില്ല, അല്ലെങ്കിൽ SC/ST വകുപ്പ് നൽകാറില്ല. സ്വാഭാവികമായും ഈ ഫീസ് വളരെ വൈകിയാണ് കിട്ടുന്നത് കൊണ്ടും, ഇനി വൈകിയാലേ കിട്ടുള്ളൂ എന്ന് കിട്ടിയാൽ തന്നെ ആ മുഴുവൻ തുകയും കിട്ടില്ല എന്നുള്ളത് കൊണ്ട് സർക്കാർ നിശ്ചയിച്ച ഫീസിനുപരിയായ മുഴുവൻ ഫീസും മുൻകൂർ അടക്കാൻ വിദ്യാർത്ഥികളുടെ മുകളിൽ വലിയ സമ്മർദ്ദമുണ്ടാകുന്നുള്ളതാണ് അവർ നേരിടുന്ന ഒരു പ്രശ്നം. ഉദാഹരണത്തിന്, ഈ വർഷത്തെ MBBSന് അഡ്മിഷൻ കിട്ടുന്ന കുട്ടികൾ സ്വാശ്രയ മേഖലയിൽ ചെല്ലുമ്പോൾ 1 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ വരെ കുട്ടികളോട് മുൻകൂർ ഫീസ് അടക്കാൻ ആവശ്യപ്പെടുന്നു. എങ്കിൽ മാത്രമേ അവർക്ക് അഡ്മിഷൻ കൊടുക്കൂ. നീറ്റ് എക്സാമെല്ലാം യോഗ്യത നേടി അവരുടെ ചെല്ലുമ്പോൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. വയനാട് ജില്ലയിലെ പട്ടികവർഗ പണിയ വിഭാഗത്തിൽപ്പെട്ട അതിപിന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടിക്ക് 78,000 രൂപയാണ് അടക്കാൻ ആവശ്യപ്പെട്ടത്. അങ്ങനെ അടക്കാൻ ആവശ്യപ്പെട്ട തുകയിൽ പ്രധാനപ്പെട്ട ഒരു ഇനം ഹോസ്റ്റൽ ഗ്രാൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. ഒരു MBBS വിദ്യാർത്ഥിയുടെ പ്രൊഫഷണൽ കോളേജിലുള്ള ഹോസ്റ്റൽ ഫീ 8,500 മുതൽ 9,000 രൂപ വരും. അവർക്ക് താരതമ്യേന ഫർണിഷ്ഡ് ആയുള്ള റൂംസ് ആയിരിക്കും, അതിന് പറ്റിയ മെസ്സായിരിക്കും, മറ്റ് സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. പക്ഷേ നമ്മുടെ നാട്ടിലെ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഹോസ്റ്റൽ അലവൻസുകൾ വളരെ പരിമിതമാണ്. മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ഉൾപ്പെടെ വെറും 4,500 മാത്രമാണ് കൊടുക്കുന്നത്. അത് ഡിഗ്രിക്ക് പഠിക്കുന്ന SC/ST കുട്ടികളാണെങ്കിൽ, അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണെങ്കിലും എയ്ഡഡ് സ്ഥാപനമാണെങ്കിലും കേവലം 3,500 മാത്രമേ കൊടുക്കൂ. ഈ തുക കൊണ്ട് ഇന്ന് ഒരു ഹോസ്റ്റലുകളും കുട്ടികൾക്ക് താമസിക്കാൻ പറ്റില്ലെന്നുള്ളത് മാത്രമല്ല, ഈ തുക ആണ് കിട്ടുന്നുള്ളൂ എന്നുകൊണ്ട് SC/ST കുട്ടികളെ ഹോസ്റ്റലിൽ നിർത്താൻ അനുവദിക്കില്ല. നമുക്ക് ഓർമ്മയുണ്ടാവും രജനീകാന്തിൻ്റെ ആത്മാഹുതി. ഏതാണ്ട് 10 വർഷം 15 വർഷം കഴിഞ്ഞു. ആ കുട്ടി ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ കാരണം അതൊരു സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അത് SC വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണ്. SC വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക്
ഇന്ന് ഡിഗ്രി PG ആണെങ്കിലും മെഡിക്കൽ വിദ്യാർത്ഥിയാണെങ്കിലും പ്രൈവറ്റായിട്ടുള്ളൊരു അക്കോമഡേഷനാണ് അവർ സ്വീകരിക്കുന്നത് എങ്കിൽ അവർക്കിപ്പോഴും നൽകുന്ന അത് 1500 രൂപ മാത്രമാണ്. ഈ 1500 ഉടനടി കൊടുക്കൂ അതൊട്ടില്ല, അതിന് 3 വർഷം കഴിയുമ്പോഴേക്കേ കൊടുക്കുള്ളൂ. രജനീസാനന്ദ് ആത്മഹത്യ ചെയ്തത് ഈ 1000 രൂപ കിട്ടാൻ പല സ്ഥാപനങ്ങളും കയറി ഇറങ്ങി മനസ്സുമെടുത്തിട്ടാണ് കുട്ടി ആത്മഹത്യയെങ്കിൽ അന്ന് 1000 രൂപ 500ആയി 1500ആയി വർദ്ധിപ്പിച്ചു എന്നല്ലാതെ അതിൽ കൂടുതൽ തുക ഇപ്പോഴും വർദ്ധിപ്പിച്ചില്ല. ഏറ്റവും ഹീനമായ ഒരു കാര്യം, അല്ലെങ്കിൽ ഇതൊരു വലിയ മനുഷ്യാവകാശ ലംഘനമാണ്. മനുഷ്യാവകാശ ലംഘനം എന്ന് പറയുമ്പോൾ മന്ത്രിമാർ അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നു, MLA മാർ അവരുടെ ശമ്പളം സ്വയം എഴുതിയെടുക്കുന്നു, ഇവിടെയുള്ള മുഴുവൻ ബോർഡുകളുടെയും PSC ചെയർമാൻ 5 ലക്ഷം രൂപ ശമ്പളം കൊടുക്കുന്നു തുടങ്ങിയ തരത്തിൽ ഇതെല്ലാം തന്നെ അവരുടെ ഉപജീവനത്തിന് വേണ്ടി എന്നുള്ള നിലയിൽ മാത്രമല്ല അതിൽ കവിഞ്ഞ തരത്തിൽ അവർക്ക് വരുമാനം സർക്കാർ കൊടുക്കുന്നു. സർക്കാർ ജീവനക്കാർക്ക് വർഷാവർഷം ശമ്പളം നിജപ്പെടുത്തി കൊടുക്കുന്നു. ഈ കുട്ടികൾ ഹോസ്റ്റലേഴ്സ് എന്നുള്ള നിലയിൽ താമസിക്കുമ്പോൾ അവരുടെ ഉപജീവനത്തിന് നൽകേണ്ട തുക എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 1500 രൂപ നിജപ്പെടുത്തുന്നത്? ഈ മന്ത്രിമാരുടെയും MLA-രുടെ മക്കളെല്ലാം തന്നെ എവിടെയാണ് പഠിക്കുന്നത്? അവരുടെ മക്കളെ 1500 കൊടുത്തിട്ട് നീ പോയി പഠിച്ചോളൂ എന്ന് പറയാൻ പറ്റും? അപ്പം ഞങ്ങൾ തരുന്ന ഈ തുച്ഛമായ തുക കൊണ്ട് നിങ്ങൾ ജീവിച്ചുകൊള്ളണം എന്ന് പറയുന്ന ഒരു മനുഷ്യാവകാശ ലംഘനമാണ്, ഒരു വംശീയമായിട്ടുള്ള ഒരു സമീപനമാണ് ദളിതാദിവാസി വിദ്യാർത്ഥികളോട് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഒന്ന് ഈ പരിമിതമായ തുക മാത്രമേ കൊടുക്കുന്നുള്ള പ്രശ്നം. നൽകുന്ന SC/ST വിദ്യാർത്ഥി നൽകുന്ന എല്ലാ ഗ്രാൻറ്റുകളും കാലോചിതമായി അല്ലെങ്കിൽ സംയോജിതമായി കൊടുക്കുന്നതിന് പകരം 3 വർഷത്തെ കുടിശ്ശികയാക്കി മാറ്റുന്നു എന്നുള്ളതൊരു വസ്തുത. ഇതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന കുട്ടികൾക്കുള്ള മാനസിക സംഘർഷം, അത് പരീക്ഷ എഴുതണമെങ്കിൽ ഹോൾ ടിക്കറ്റ് നൽകണമെങ്കിൽ മുഴുവൻ ഫീസ് നൽകിയാലേ ഹോൾ ടിക്കറ്റ് കൊടുക്കൂ. കോഴ്സ് കഴിഞ്ഞാൽ കുട്ടിയുടെ മുഴുവൻ ഗ്രാൻറ്റുകളും അടച്ചാൽ, കുട്ടികളുടെ ഫീസ് മുഴുവൻ അടച്ചാൽ മാത്രമേ TC കൊടുക്കൂ. ഫീസ് അടച്ചാൽ മാത്രമേ വൈവക്ക് പോലും പങ്കെടുപ്പിക്കാൻ കഴിയൂ എന്ന തരത്തിലുള്ള സമ്മർദ്ദം വരെ കുട്ടികളുണ്ട്. ഇക്കാരണം കൊണ്ടാണ് കൊഴിഞ്ഞു പോയത്. ഇതിന് സംഘപരിവാറിൻ്റെ ദേശീയ തലത്തിലുള്ള നയങ്ങളെല്ലാം തന്നെ ഇതിന് കാരണമാകുമ്പോൾ തന്നെ അതിനെതിരെ യാതൊരുവിധ പ്രതിരോധ നടപടി എടുത്തില്ല എന്നുള്ളത് മാത്രമല്ല, അതിനെ ഒരു ടൂളായി, ഒരു ഉപാധിയായി ഉപയോഗിച്ചുകൊണ്ട് SC/ST വിദ്യാർത്ഥികളെ പുറന്തള്ളുന്ന ഒരു സമീപനമാണ് ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്തത്. അത് അടിയന്തരമായും തിരുത്തുന്നതിന് എന്തായാലും നിലവിൽ കേളു എന്ന് പറയുന്ന ഒരു മന്ത്രിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന വിഷയമല്ല ഇത്. അതുകൊണ്ട് അടിയന്തരമായും ഈ 5 വർഷത്തിനുള്ളിൽ നടന്നിരുന്ന അട്ടിമറിയെ സംബന്ധിച്ച് സമഗ്രമായ ഒരു ഇവാലുവേഷൻ ഗവൺമെൻറ് ചെയ്യണം. ഇത് മുഖ്യമന്ത്രി വകുപ്പ് ഏറ്റെടുക്കണം എന്നുള്ളതാണ്. എങ്കിലും അതിനൊരു പരിഹാരമുണ്ടാകും. ഇനി മുഖ്യമന്ത്രിക്ക് വകുപ്പ് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ മേൽനോട്ടത്തിൽ ഒരു ക്യാബിനറ്റ് ഉപസമിതിക്ക് രൂപം കൊടുത്തുകൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇത് പരിഹരിക്കാം എന്നൊരാവശ്യം ഏറ്റവും പ്രമുഖമായ ആവശ്യമായി മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ വിഷയങ്ങൾ പരിഹരിക്കാനുള്ള ഒരു അവകാശ പത്രിക മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇന്ന് അംബേദ്കർ റൈറ്റ് മുന്നണി ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത്. 22-ാം തീയതി അതിൻ്റെ ഒരു സൂചന റാലി തിരുവനന്തപുരത്ത് നടക്കും. അതിനുശേഷം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഒരു റിലേ സത്യാഗ്രഹം പോലുള്ള ഒരു പ്രക്ഷോഭ പരിപാടിയെ സംബന്ധിച്ചാണ് ആലോചിക്കുന്നത്. എന്തായാലും അതിശക്തമായ പ്രക്ഷോഭത്തിലൂടെ ഗവൺമെൻറ്റിനെ കൊണ്ട് നിലപാട് തിരുത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്.